ഗായ്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഞാനൊരു ദോശ ചുടുകയാണ്. ദോശയ്ക്ക് സാമ്പാറും ചട്നിയും തേങ്ങ അരിക്കണം. സാമ്പാർ ഓൾറെഡി ഉണ്ട്, ഇനി തേങ്ങയൊക്കെ അരിക്കണം. നമുക്ക് ദോശ ഇടാം ആദ്യം. ഇനി നമുക്ക് ദോശ ഇടാം. പെർഫെക്റ്റ്. ഇങ്ങനെ വരുമ്പോൾ മറിച്ചിടാല്ലേ? ആദ്യത്തെ ദോശ ഇത് എത്ര കുറച്ചുകൂടെ ആകുമ്പോൾ കുറച്ചുകൂടെ ആവട്ടെ. മറിച്ചിടാം. ഞാൻ വിഷമം പോയി. വാ ആദ്യം പൊടിയാണ്ട് വന്നു. ഇത് കുറച്ചേരം നേരത്തെ. ഇത് നമ്മുടെ മീൻകുട്ടനാണ്. ഹാപ്പി മനസ്സിലാക്കുന്നു. ഹാപ്പി കുട്ട. ഇതൊക്കെ എൻ്റെ ഫുൾ ഗാർഡൻ പോലെയാണ്. ഇതിനൊക്കെ ഓരോരോ പേര്. ഇനി നമുക്ക് ഇടാം. മൂടിയാക്കി ചൂടാം. ഇനി നമ്മൾ എടുക്കുകയാണ്. വാ നമുക്ക് എടുക്കാം. നമുക്കിത് കുറേ ദോശിനിയുണ്ട്, കുറേ കണ്ടോ. കുറച്ച് റെഡ് കളർ ഒന്നിന് മറച്ചിടാലോ അമ്മ. വാ കുറച്ചേരം വെയിറ്റ് ചെയ്യാം. എല്ലാവരും സബ്സ്ക്രൈബും ഒക്കെ ലൈക്കൊക്കെ ചെയ്യുക. വേഗമേഗം ഒഴിക്കാം. ഇത് ചട്ടി അതിന് ചൂടായ പ്രശ്നം. റെഡി ഗായ്സ്. ഇത് എത്രണ്ണം ആയി നോക്കാം. നമുക്ക് എത്രണ്ണം വേണം അമ്മ? 4 ആയിട്ടുള്ളൂ. ഇനിയും വേണം ഇല്ല അമ്മ? ഇത് ശരിക്കും ഒഴിഞ്ഞത് ഫ്ലോപ്പായെന്ന് തോന്നുന്നു. ഫ്ലോപ്പായി തോന്നുന്നല്ല, ഫ്ലോപ്പായി. വേഗം എടുക്കാം. കണ്ടോ അടി പിടിച്ചു. ഇത് ഞാൻ വീഡിയോ നമുക്ക് വേഗം എടുത്ത് വെക്കാം. ഇനി നമുക്ക് വേഗം ഒഴിക്കാം. കൊള്ളായി. ഞാൻ വേഗത്തിനൊന്ന് ചെയ്തതാണ്. കൊള്ളായിരുന്നു അമ്മ. ഫ്ലോപ്പായെന്ന് പറയുന്നത് കാണാം. അതുകൊണ്ടേ എൻ്റെ പൊന്നു കാഴ്ചയെ മമ്മയെ സഹായിക്കാൻ വിചാരിച്ചതാണ്. അത് ഇവരുണ്ടല്ലോ മുമ്പ് ശരിക്കും ഫ്രണ്ട് ശരിക്കും വെന്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഒറ്റ അമ്മത്താണ്. എന്നിട്ട് ഇവിടെ ഫുള്ള് തെറിച്ചു. ഇപ്പോൾ ഞാൻ മുഖമൊക്കെ കഴുകുക. നമുക്ക് വേഗം ഗൈസ്. പുകയൊക്കെ വരുന്നുണ്ട്. നമുക്ക് അടുത്ത ഇനി നമുക്ക് ഫുള്ള് ചുട്ട് കഴിഞ്ഞിട്ട് കാണാം. എന്നിട്ട് നമുക്ക് ചട്നിക്ക് തേങ്ങയൊക്കെ അരിക്കണം. ഇനി ഇത് ഫുള്ള് ചുട്ടിട്ട് അങ്ങോട്ട് ചെയ്യാം. തേങ്ങ ചിലവ് പോവാണ്, തേങ്ങ പൊട്ടിക്കാൻ പോവാണ്. നമ്മുടെ ചട്നിക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. നമുക്ക് തേങ്ങ പൊട്ടിക്കാം. ഗൈസ് ഇത് പൊട്ടിക്കാൻ കുറച്ച് പ്രയാസമായതുകൊണ്ട് അമ്മയ്ക്ക് കൊടുക്കാം. എനിക്കിത് പൊട്ടിക്കാൻ വലിയ പരിചയമില്ലാത്തതുകൊണ്ട് അമ്മയ്ക്ക് കൊടുക്കാം. പൊട്ടി ഇത് തേങ്ങകളാണ്. നമുക്കൊന്ന് പൊട്ടിച്ച് കൊടുക്കാം. തേങ്ങയൊക്കെ പൊട്ടിച്ച് തേങ്ങാവെള്ളം കുടിച്ച് അടിപൊളി. ഇനി നമുക്ക് ചിലവ അവിടെ ഉണ്ടെങ്കിൽ എൻ്റെ അനിയത്തി കൂടെ വന്നിട്ടുണ്ട് സഹായിക്കാൻ. തേങ്ങ കുറേ വരുന്നു. ഇത് രണ്ടെണ്ണം ആയിരിക്കണമോ പറഞ്ഞു. ഇപ്പോൾ ചെലവി കഴിഞ്ഞു. ഞാനെല്ലാം കുറച്ച് ഞാനും ചെലവി, കുറച്ച് അമ്മയും ചെലവി. ഗായ്സ് തേങ്ങയൊക്കെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളി പൊളിക്കണം. ഒരു ഉള്ളി ഞാൻ പൊളിച്ചിട്ടുണ്ട്. ഇനി 3 ഉള്ളി, ഇനി 2 ഉള്ളിയും കൂടെ പൊളിക്കണം. വലിയ പണിയൊന്നുമില്ല. ഇനി ഉള്ളി ഒന്ന് കഴുകണം.
ഗായ്സ് ഇനി നമുക്ക് കാന്താരി മുളക് ഇട്ട് കൊടുക്കാം. ഈ കാന്താരി മുളകൊക്കെ നമ്മൾ കഷ്ടപ്പെട്ട് പൊളിച്ചാണെങ്കിൽ നമുക്ക് സിമ്പിളാവില്ലേ. ഇനി നമുക്ക് കരിവേപ്പില ഉണ്ടോ ഉണ്ടോ? ഇനി നമുക്ക് കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കരിവേപ്പില ഇടാം. കഴുകി ഇനി നമുക്ക് ഉള്ളിയൊക്കെ ഇടാം. മുളകിടാം, കരിവേപ്പില ഇടാം, തേങ്ങ ഇടാം. ഫുള്ളുണ്ടോ അമ്മ? ഇനി നമുക്ക് അരയ്ക്കാം. ഈ അരയ്ക്കാനുള്ള സമയമായിട്ടില്ലെങ്കിൽ നമുക്ക് കല്ലുപ്പിടാം. കല്ലുപ്പാണ് ഇതിലേക്ക് ഇത്രയും പോലെ. ഓക്കെ, ഇനി നമുക്ക് വേറൊരു സംഭവം കൂടി ഇടാനുണ്ട്. ഗായ്സ് ഇനി നമുക്ക് പൊട്ടുകടല കുറച്ച് ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും പുളിയും കൂടെ ചേർത്ത് നല്ല ടേസ്റ്റ് ഒക്കെ ആയിരിക്കും. പക്ഷേ ഇഞ്ചി ചേച്ചിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല അതിൻ്റെ ടേസ്റ്റ്. പിന്നെ സാമ്പാറിന് കുറച്ച് പുളി ആയതുകൊണ്ട് പുളി ഇടുന്നില്ല. ഇനി നമുക്ക് അരയ്ക്കാം. വേണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്കിനി അരയ്ക്കാം. ഗായ്സ് ഇനി കുറച്ച് വെള്ളം ഒഴിക്കാം. അങ്ങനെ കാര്യം വന്നത് ഇനി കുറച്ച് വെള്ളം ഒഴിക്കാം. ഇപ്പം കുറച്ച് മതി, വേണമെങ്കിൽ ഒഴിക്കാം. നമുക്കിനി അരയ്ക്കാം. നമുക്ക് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമുക്ക് അരയ്ക്കാം. ഗായ്സ് എനിക്കെന്ത് ഇത്ര ഐറ്റം അറിയും. ഞാനില്ല ഇത് മിക്സാണ്. നിങ്ങളൊന്നും ഗായ്സ് ചട്നി അരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗായ്സ് എണ്ണ ചൂടായി. ഇനി നമുക്ക് കടുക് വേഗം ഇടാം. ഇനി നമുക്ക് ചെറുമുള്ളി ഇടാം. ഇനി നമുക്ക് കരിവേപ്പില ഇടാം. കരിവേപ്പില ഇടാൻ കുറച്ച് വഴറ്റാം. ഗായ്സ് ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആയതെല്ലാം ഫ്ലോപ്പായി. ചെറിയൊരു സംഭവമുണ്ട്. പ്രശ്നമൊന്നുമില്ല, എല്ലാവരും ലൈക്കൊക്കെ ചെയ്യുക. അതാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് 2 ചുമന്ന മുളക് കൂടി ഇട്ടിട്ട് നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കാം. ഇനി നമുക്ക് അരച്ച് വെച്ച ചട്നി കഴിക്കാം. ഈ ചട്നി ഇനി ചൂടായി. ഇനി നമുക്ക് മാറ്റി വയ്ക്കാം. ഗായ്സ് ചട്നി റെഡി. ഇനി നമുക്ക് എടുത്തു വെക്കാം. വെച്ചു. ലാസ്റ്റത്തെ ദോശ എല്ലാം അരിക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് ചൂടനെ ഉണ്ടാക്കാം. ഇങ്ങനെയൊന്നും പോകേണ്ട ആവശ്യമില്ല. അതൊന്നല്ല, പെണ്ണുങ്ങൾക്ക് കഴിവിട്ടാ. ഇത്ര വെച്ചാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇപ്പൊ ദോശയും ചട്നി ഇപ്പൊ റെഡിയായിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.